ഹലോ എവ്രി വൺ. ആക്ച്വലി ഒരുപാട് നാളായി നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ട്. ആക്ച്വലി വാസ് നോട്ട് വെൽ. നമുക്ക് ഒരു ടോപ്പിക് കൂടി ശരിക്കും സെക്കൻഡ് മോഡ്യൂളിൽ അയക്കാനുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ടോപ്പിക്ക് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ ഞാൻ വീഡിയോയുടെ രൂപത്തിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സ്. ഓക്കെ, പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സ് ഇൻ 8086. How can we pass parameters to as well as from procedures? ഓക്കെ, പ്രൊസീജിയേഴ്സിലോട്ട് അതുപോലെ പ്രൊസീജിയേഴ്സിലോട്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാനായാലും അതുപോലെ പ്രൊസീജിയേഴ്സിൽ നിന്ന് പാരാമീറ്റേഴ്സ് ആക്സസ് ചെയ്യാനായാലും ഹൗ ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ്. സോ ജനറലി ദർ ആർ 4 മെത്തേഡ്സ് ബൈ വിച്ച് യു ക്യാൻ pass parameters to as well as from procedures. Okay, so these 4 methods are with the help of registers, with the help of memory locations, with the help of pointers, and last with the help of stack. Okay, so actually in the case of university examinations, questions will be asked in 2 ways. One way is they'll be generally asking you to write an essay question on how you can pass parameters to as well as from procedures. Okay, the other form of asking question is they'll be asking you to write how you can pass parameters using the concept of stack. Okay, so it doesn't mean that they won't be asking you to write how to pass parameters using the other 3 methods, that is with the help of registers, memory locations, or pointers. That also can be asked, but frequently asked question that I told you now. Okay, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മൊത്തത്തിൽ പഠിക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ദ ഫസ്റ്റ് വേ ഇസ് ബൈ മീൻസ് ഓഫ് രജിസ്റ്റേഴ്സ്. ഓക്കെ, സോ ആക്ച്വലി ഇതിനകത്ത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ. ഓക്കെ, നിങ്ങൾക്ക് ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഇഫ് യു ആർ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് രജിസ്റ്റേഴ്സ്. That means if you are trying to store your parameters or variables in registers, how you can pass parameters or how you can access those parameters while accessing the or while using the concept of procedures. Okay, so if you want to find the square of a number, what is the number that you want to find the square? ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് തീർച്ചയായിട്ടും വി മസ്റ്റ് ബി ഏബിൾ ടു സ്റ്റോർ ഇറ്റ് സംവെയർ അല്ലേ. നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ആദ്യമേ നമുക്ക് ഇൻപുട്ട് ചെയ്യിപ്പിച്ചിട്ട് പ്രോഗ്രാമറിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻപുട്ട് ചെയ്യിപ്പിച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യണം അല്ലേ. അപ്പോൾ വിത്ത് ഹെൽപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ പറയുന്ന നമ്പേഴ്സ് നിങ്ങൾ എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? രജിസ്റ്റേഴ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഫ്രം ദെയർ ദ പ്രൊസീജിയേഴ്സ് വിൽ ബി ആക്സസിങ് ദ നമ്പർ. ഓക്കെ, പ്രൊസീജിയർ കോൾ ചെയ്യുമ്പം പ്രൊസീജിയർ എവിടെ നിന്ന് ഈ പറയുന്ന നമ്പേഴ്സിനെ ആക്സസ് ചെയ്തോളും? ഫ്രം ദ കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സ്. ഓക്കെ, സോ ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് ഇറ്റ് സെൽഫ് ദാറ്റ് മീൻസ് വെൻ വി ആർ ഗോയിങ് ടു ആക്സസ് ദ മെയിൻ പ്രോഗ്രാം ഓർ വെൻ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ മെയിൻ പ്രോഗ്രാം ഇറ്റ് സെൽഫ്, നമ്മൾ ആ കറസ്പോണ്ടിങ് നമ്പർ ദാറ്റ് മീൻസ് ദ നമ്പർ ടു വിച്ച് വി വോണ്ട് ടു ഫൈൻഡ് ദ സ്ക്വയർ, ആ നമ്പറിനെ നമ്മൾ ഒരു രജിസ്റ്ററിനകത്ത് കൊണ്ടുവച്ചിരിക്കും. ഇവിടുത്തെ എക്സാമ്പിളിൽ BL എന്ന് പറയുന്ന രജിസ്റ്ററിനകത്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഇൻ ദ രജിസ്റ്റർ സെറ്റ് ഓഫ് 8086 വി ആർ ഹാവിംഗ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. 8 ബിറ്റും 16 ബിറ്റും ആയിട്ട് വെറൈറ്റി ഓഫ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സിനകത്ത് നമ്മൾ നമ്മുടെ നമ്പറിനെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം പ്രൊസീജിയർ കോൾ ചെയ്യുന്ന സമയത്ത് ദാറ്റ് മീൻസ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, സ്ക്വയർ പ്രൊസീജിയർ നിയർ. ദാറ്റ് മീൻസ് ആക്ച്വലി സ്ക്വയർ എന്ന് പറയുന്നത് പ്രൊസീജിയറിൻ്റെ നെയിമാണ്. അപ്പോൾ ശരിക്കും 8086ൻ്റെ കൺസെപ്റ്റിൽ ഒരു പ്രൊസീജിയറിനെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യാനുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പ്രൊസീജിയറിൻ്റെ നെയിം കൊടുക്കുക, പിന്നെ പ്രൊസീജിയർ PROC എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ അതിനുശേഷം വേണമെങ്കിൽ നിയർ എന്നോ ഫോർ എന്നോ കൊടുക്കാം. നിയർ എന്നോ ഫോർ എന്നോ പറയുന്ന ഒരു കീവേഡ് കൊടുക്കാം. നിയറോ ഫാർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലർ ഡയറക്റ്റീവാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യുന്ന പ്രൊസീജിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സോ വേരിയബിൾസോ തൊട്ടടുത്തുണ്ടോ അതോ വേറെ ഏതെങ്കിലും സെഗ്മെൻറ്റിൽ കിടക്കുവാണോ എന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ നിയർ എന്ന് പറയുന്ന ആ അസംബ്ലർ ഡയറക്റ്റീവോ അല്ലെങ്കിൽ ഫാർ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവോ നിങ്ങൾ ഈ പറയുന്ന പ്രൊസീജിയർ നെയിമിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ നെയിമും പ്രൊസീജിയർ PROC എന്ന് പറയുന്ന ആ കീവേഡും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നിയറോ ഫാറോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന നോക്കിയേ, പ്രൊസീജിയർ നമ്മൾ കോൾ ചെയ്തു. ഓൾറെഡി ദ വാല്യൂ ഇസ് സ്റ്റോർഡ് ഇൻ പെർട്ടിക്കുലർ രജിസ്റ്റർ. ഓക്കെ, ആൻഡ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ നെയിം സ്ക്വയർ എന്ന് പറയുന്ന പ്രൊസീജിയർ പേര് നമ്മൾ അതിനനുസരിച്ച് കോൾ ചെയ്തു.
അതിനുശേഷം ഞാൻ പറഞ്ഞു മൂവ് AL, BL. ദാറ്റ് ഈസ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാട്ട് എവർ നമ്പർ യു വോണ്ട് ടു ഫൈൻഡ് ദ സ്ക്വയർ, ആ നമ്പറിനെ ബൈ ഇറ്റ് സെൽഫ് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന BL നമ്മൾ ശരിക്കും ആ നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ BL നമ്പർ AL കൂടെ കൊണ്ടുവയ്ക്കുക. ബിക്കോസ് വി നോ ഇൻ ദ കേസ് ഓഫ് 8086 മൾട്ടിപ്ലിക്കേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ മൾ BL അല്ലെങ്കിൽ മൾ CL. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, നമ്മൾ 8086 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം മൾ ഒരു ഓപ്പറൻറ്റിൻ്റെ പേരേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം 2 ഓപ്പറൻസ് തമ്മിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ബൈ ഡിഫോൾട്ട് സെറ്റ് ദാറ്റ് ഒരു ഓപ്പറൻറ്റ് മസ്റ്റായിട്ടും എവിടെ ആയിരിക്കണം, നിങ്ങളുടെ അക്യുമുലേറ്ററിലായിരിക്കണം. രണ്ടാമത്തെ ഓപ്പറൻറ്റ് എവിടെ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഈ മൾ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ, അതായത് കൂടെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ എന്താ ചെയ്തേ, BL ഉള്ള നമ്പറിനെ AL കൂടി കൊണ്ടുവച്ചു, കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് മൾ BL കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, AL ഉണ്ടായിരുന്ന നമ്പറും BL ഉള്ള നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് മീൻസ് ആ നമ്പർ തന്നെയാണ് കോപ്പി ആയിട്ട് രണ്ടിടത്ത് ഇരിക്കുന്നത്. അപ്പം AL × BL ചെയ്യും. ദ റിസൾട്ട് വാട്ട് എവർ ഇസ് ഒബ്റ്റൈൻഡ് വിൽ ബി സ്റ്റോർഡ് ഇൻ AL. അപ്പം ശരിക്കും സംഭവിച്ചത് എന്താണ്, while this procedure is being accessed, ഈ പ്രൊസീജിയർ കോൾ ചെയ്ത് പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുമ്പം ആക്ച്വലി വാട്ട് എവർ ഡേറ്റ ഓർ നമ്പർ ദാറ്റ് വി ഹാവ് പ്രൊവൈഡഡ് ഇനിഷ്യലി ഇൻ ദ മെയിൻ പ്രോഗ്രാം ഇസ് റിട്രീവ് ഫ്രം ദ രജിസ്റ്റേഴ്സ്. അപ്പോൾ രജിസ്റ്റേഴ്സിൽ നിന്നാണ് പ്രൊസീജിയർ വേരിയബിൾസോ പാരാമീറ്റേഴ്സോ ആക്സസ് ചെയ്തിട്ട് പ്രൊസീജിയർ ഇൻവോക്ക് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ കോൾ ചെയ്ത് എക്സിക്യൂഷൻ പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ കൺസെപ്റ്റ്. ഇനി അടുത്ത സെക്കൻഡ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if you want to access the memory locations, that means if you're going to store your variables or parameters in certain memory locations, so that from those memory locations you can access the parameters in case of a procedure. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ ശരിക്കും മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡേറ്റാ സെഗ്മെൻ്റ് കൺസെപ്റ്റ് ഒക്കെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, നമ്മുടെ ഡേറ്റാ സെഗ്മെൻറ്റ് നമുക്കറിയാം, നമ്മുടെ മെമ്മറി അല്ലേ, ഫിസിക്കൽ മെമ്മറി 8086 1 MB ഫിസിക്കൽ മെമ്മറി ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഫിസിക്കൽ മെമ്മറി 1 MB ആണെങ്കിലും കുറേ സെഗ്മെൻറ്റ്സിൻ്റെ രൂപത്തിലാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു പർട്ടിക്കുലർ സെഗ്മെൻ്റാണ് ഡേറ്റാ സെഗ്മെൻറ്റ്. മറ്റ് 3 സെഗ്മെൻറ്റ്സ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഡേറ്റാ സെഗ്മെൻറ്റിനകത്താണ് നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറിനെ റിസൈഡ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വി ആർ പാസിംഗ് പാരാമീറ്റേഴ്സ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ഹിയർ. ഓക്കെ, അപ്പം ഇതാ ഇവിടെ നോക്കിയേ, ഡേറ്റാ സെഗ്മെൻറ്റിനകത്ത് നമ്മ എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. ശ്രദ്ധിക്കുക, DB എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡിഫൈൻ ബൈറ്റ് എന്ന് പറയുന്നൊരു അസംബ്ലർ ഡയറക്റ്റീവാണ്. ദാറ്റ് മീൻസ് ഒരു ബൈറ്റ് മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കുക, എന്ന് പറയുന്ന വേരിയബിൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം C പ്രോഗ്രാമിലൊക്കെ ഇൻഡ് ഓക്കെ A=0 എന്ന് കൊടുക്കില്ല. അതുപോലെ DB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുന്നൊരു വേരിയബിൾ അസൈൻ ചെയ്തു. നമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ 05 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു ബൈറ്റ് മെമ്മറി ലൊക്കേഷൻ അസൈൻ ചെയ്തുള്ളൂ. ഒരു ബൈറ്റ് മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഒറ്റ മെമ്മറി ലൊക്കേഷൻ മതി, ശരിയല്ലേ? 05 എന്ന് പറയുന്ന ഒരു ബൈറ്റ് ഡേറ്റയാണ്, 8 ബിറ്റ് മാത്രം സൈസുള്ള ഡേറ്റയാണ് 05. അപ്പോൾ 05 എന്ന് പറയുന്ന ഡേറ്റ, 05 എന്ന് പറയുന്ന നമ്മിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബൈറ്റ് മെമ്മറി ലൊക്കേഷൻ മതി. അതുകൊണ്ടാണ് ഡിഫൈൻ ബൈറ്റ് കൊടുത്തത്. അപ്പോൾ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആയ 05 സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറിക്കകത്ത് ഒരു ബൈറ്റ് മെമ്മറി ലൊക്കേഷൻ അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് SQR DB എന്ന് വെച്ചാൽ SQR, ദാറ്റ് മീൻസ് SQR എന്ന് പറയുന്ന അടുത്തൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുവാണ്. പക്ഷേ ആ വേരിയബിളിൻ്റെ വാല്യൂ എനിക്കിപ്പോൾ അറിയില്ല. ബിക്കോസ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് ദ നമ്പർ വാട്ട് എവർ ഐ എം ഗോയിങ് ടു ഗിവ്. ദാറ്റ് ഇസ് 05 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ എന്താണെന്നുള്ളത് ഇനി ഞാൻ കണ്ടുപിടിക്കത്തേ ഉള്ളൂ, പ്രൊസീജിയർ വഴി കണ്ടുപിടിക്കത്തേ ഉള്ളൂ. അപ്പം അതിനും ഒരു ബൈറ്റ് മെമ്മറി ലൊക്കേഷൻ അസൈൻ ചെയ്താൽ മതി. ബിക്കോസ് ഐ നോട്ട് whatever is the result obtained after finding the square of this number will require just 1 byte memory location എന്ന് എനിക്കറിയാം. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഐ ഡസൻറ്റ് നോ ആക്ച്വലി നോ വാട്ട് ഇസ് ദ വാല്യൂ ഓർ വാട്ട് ഇസ് ദ റിസൾട്ട്. എനിക്കിപ്പോൾ റിസൾട്ട് അറിയത്തില്ല. അതിന് കിട്ടുമ്പം അതിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ശരിക്കും ഫിസിക്കൽ മെമ്മറിയിലെ ഡേറ്റാ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന പോർഷനകത്താണ് നിങ്ങൾ ഈ എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന പാരാമീറ്റർ അസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറിൻ്റെ കാര്യവും അതുപോലെ ഇനി സ്ക്വയർ കണ്ടുപിടിച്ചാലുള്ള ആ വേരിയബിളിൻ്റെ കാര്യവും എല്ലാം മെമ്മറി ലൊക്കേഷൻസിനകത്തായിട്ട്, ദാറ്റ് മീൻസ് ഇത് ഫിസിക്കൽ മെമ്മറിയിലെ ഡേറ്റ സെഗ്മെൻറ്റിനകത്തായിട്ടാണ് റിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊസീജിയർ കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത് കണ്ടോ? നമ്മൾ ഈ പ്രൊസീജിയറിൻ്റെ ബോഡിയാണ് ഈ കാണുന്നത്. പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന നമ്മ എവിടെ പോയാണ് ആ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ്ടേ? സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 numbers. ദാറ്റ് ഈസ് വാട്ട് എവർ ഇസ് ദ നമ്പർ ദാറ്റ് വി വോണ്ട് ടു ഫൈൻഡ് ദ സ്ക്വയർ. ആ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്.
അപ്പം ഈ നമ്പറിനെ പക്ഷേ എവിടെ നിന്നായിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്? ഈ മെമ്മറി ലൊക്കേഷൻ ഡേറ്റാ സെഗ്മെൻറ്റിനകത്ത് കിടക്കുന്ന ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നമ്പറിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് 05 ആയിട്ട്. ആ നമ്പറിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ബി എല്ലിൽ കൊണ്ടുവയ്ക്കും. വീണ്ടും ബി എല്ലിൽ നിന്നും എയിലോട്ട് കൊണ്ടുവയ്ക്കും. ആ നമ്പറിനെ അതുമായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. എൽ ഇൻറ്റു ബി എൽ ചെയ്തിട്ട് എൽ റിസൾട്ട് കൊണ്ടുവയ്ക്കും. ദ തിങ് ഇസ് ദാറ്റ് ശ്രദ്ധിക്കുക, മൂവ് ബി എൽ കോമ നം എന്ന് നിങ്ങൾ കാണുമ്പോൾ യു ക്യാൻ ഹാവ് എ കൺഫ്യൂഷൻ ദാറ്റ് യു ആർ യൂസിങ് രജിസ്റ്റേഴ്സ് ഹിയർ ഇറ്റ് സെൽഫ് അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ രജിസ്റ്റേഴ്സ് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ടെക്നിക് എന്നൊരു ഡൗട്ട് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. നോക്കുക, എന്ന് പറയുന്നത് ഞാനിവിടെ ഓൾറെഡി ഡേറ്റാ സെഗ്മെൻറ്റിനകത്ത്, ദാറ്റ് മീൻസ് മെമ്മറിക്കകത്തുള്ള ഡേറ്റാ സെഗ്മെൻറ്റ് അകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് അത് ബി എല്ലിലോട്ട് കൈമാറുന്നത്. നേരത്തെ സിറ്റുവേഷനിൽ അങ്ങനെയല്ല. ഓക്കെ, നേരത്തെ സിറ്റുവേഷനിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തായിരുന്നോ ഉണ്ടായിരുന്നത്, ദാറ്റ് ഈസ് ജസ്റ്റ് കോപ്പി ടു ബി എൽ രജിസ്റ്റർ. ബി എല്ലിൽ നിന്നുമാണ് ഈ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നത്. രജിസ്റ്ററിൽ ഇരിക്കുന്ന നമ്പറിൻ്റെ വാല്യൂ ആണ് പ്രൊസീജിയർ ആക്സസ് ചെയ്യുന്നത്. ബട്ട് ഇത് സെക്കൻഡ് മെത്തേഡ്, ഓൾറെഡി നമ്പർ നമ്മുടെ മെമ്മറി ലൊക്കേഷനകത്തുള്ള ഡേറ്റാ സെഗ്മെൻറ്റിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പ്രൊസീജിയർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡേറ്റ, ദാറ്റ് മീൻസ് വാട്ട് എവർ നമ്പർ യു വോണ്ട് ടു ഫൈൻഡ് ദ സ്ക്വയർ, അത് എടുത്തുകൊണ്ട് വന്നിട്ട് ബി എല്ലിൽ കൊണ്ട് വെക്കുന്നത്. ബി എല്ലിൽ കൊണ്ട് വെക്കാനുള്ള കാരണം എന്താ? എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് സം രജിസ്റ്റേഴ്സ്. മൾ ബി എൽ, മൾ സി എൽ, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും രജിസ്റ്റേഴ്സിലോട്ട് കൊണ്ട് വെച്ചിട്ട് മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊസീജിയർ കോൾ ചെയ്യുമ്പം ഈ പറയുന്ന സംഭവം നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് മെത്തേഡ്. സോറി, ദ തേർഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോയിൻറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ മെമ്മറി ലൊക്കേഷൻ എന്തുവാന്ന് മനസ്സിലായി. ഇനി പോയിൻറ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഇവിടെ മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ പോയിൻ്റർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, മെമ്മറി ലൊക്കേഷനിലോട്ട് ജസ്റ്റ് പോയിൻ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ മെമ്മറി ലൊക്കേഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഡേറ്റ എടുത്തുകൊണ്ട് വരികയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, LEA, ലോഡ് എഫക്റ്റീവ് അഡ്രസ്സ്. ശ്രദ്ധിക്കുക, നമ്മളിത് പഠിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ലോഡ് എഫക്റ്റീവ് അഡ്രസ്സ്. നമുക്ക് ബേസ് അഡ്രസ്സ് ഉണ്ട്, ഓഫ്സെറ്റ് അഡ്രസ്സ് ഉണ്ട്. അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. ബേസ് അഡ്രസ്സ് എപ്പോഴും എന്തായിരിക്കും? സെഗ്മെൻറ്റ് അഡ്രസ്സുകളായിരിക്കും. ഡേറ്റാ സെഗ്മെൻറ്റെയോ കോഡ് സെഗ്മെൻറ്റെയോ ഒക്കെ അഡ്രസ്സുകളായിരിക്കും. ഓഫ്സെറ്റ് അഡ്രസ്സ്, എഫക്റ്റീവ് അഡ്രസ്സൊക്കെ മറ്റ് രജിസ്റ്റേഴ്സിലെ അഡ്രസ്സുകളായിരിക്കും അല്ലേ. അപ്പം എന്തായാലും ഈ രണ്ട് അഡ്രസ്സുകളുടെ സഹായത്തോടു കൂടി മാത്രമേ പ്രോസസ്സറിൻ്റെ അഡ്രസ് ഡീകോഡിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ആഡർ എന്ന് പറയുന്ന യൂണിറ്റ് എന്ത് ചെയ്യത്തുള്ളൂ? ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് മെമ്മറി ലൊക്കേഷൻസിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റകൾ കൊണ്ടുവയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണ്? അതാ നോക്കിയേ, എനിക്ക് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് ഓഫ്സെറ്റ് അഡ്രസ്സ്, ദാറ്റ് മീൻസ് ശരിക്കും ഞാനത് എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്? ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുവാണ്, ഈ പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ എന്ന് പറയുന്ന സംഭവം ഓൾറെഡി ഐ ഹാവ് സേവ്ഡ് സംവെയർ. ഓക്കെ, നമ്പർ എന്ന് പറയുന്ന സംഭവം ഞാൻ ഓൾറെഡി ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്പർ എവിടെയാണോ ഞാൻ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ടോ, ഡേറ്റാ സെഗ്മെൻറ്റിനകത്താണ് ഞാനിത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇനി പ്രൊസീജിയർ കോൾ ചെയ്യുമ്പം ഈ പറയുന്ന ഡേറ്റാ സെഗ്മെൻറ്റിൽ നിന്നും ഡയറക്റ്റ്ലി ആയിരിക്കത്തില്ല നമ്പറിൻ്റെ വാല്യൂ റിട്രീവ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോൾ നമ്പർ നേരെ പോയി ഡേറ്റാ സെഗ്മെൻറ്റിനകത്ത് നിന്നും എടുത്തുകൊണ്ട് വരികയായിരുന്നു. ദാറ്റ് മീൻസ് മെമ്മറി ലൊക്കേഷനിൽ നിന്നും എടുത്തുകൊണ്ട് വരികയായിരുന്നു. മൂന്നാമത്തെ മെത്തേഡിൽ അങ്ങനെയല്ല. ഈ പറയുന്ന നമ്പർ എന്ത് ചെയ്യും? മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്പർ ഏത് മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ്, അല്ലെങ്കിൽ വിളിക്കുന്ന വേറൊരു പേരാണ് ഓഫ്സെറ്റ് അഡ്രസ്സ്, അതെങ്ങോട്ട് കൊണ്ടുവയ്ക്കുക? SIയിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ സോഴ്സ് ഇൻഡെക്സ് ശരിക്കും പോയിൻ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നമ്പർ എവിടെയാണ് കിടക്കുന്നത് എന്ന മെമ്മറി ലൊക്കേഷന് കറസ്പോണ്ടിങ് പോയിൻ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊസീജിയർ പിന്നെ എന്താ ചെയ്യുന്നത് നോക്കിയേ, മൂവ് BL, ബ്രാക്കറ്റിൽ SI, ദാറ്റ് മീൻസ് SI എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ പോയിൻ്റ് ചെയ്യുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ എന്താണോ, നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ എടുത്തുകൊണ്ട് വന്ന് BL കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രൊസീജിയറിനകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ നമ്പർ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറിനെ നിങ്ങൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് SI രജിസ്റ്റർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ പോയിൻ്റർ. SIയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡേറ്റ കിട്ടില്ല. SIയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന നമ്പർ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് മെമ്മറിക്കകത്ത്, പക്ഷേ അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഓഫ്സെറ്റ് അഡ്രസ്സ് പോയി എടുത്തുകൊണ്ട് വന്ന് പോയിൻ്ററിൻ്റെ സഹായത്തോടു കൂടി പോയി കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം BL കൊണ്ടുവയ്ക്കാൻ. അതാണ് വ്യത്യാസം. പോയിൻ്ററായിട്ട് ആക്ട് ചെയ്യുന്നു.
In the last method by which you can pass parameters in the concept of procedures is with the help of stack. with the help of stack. Okay. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റാക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ രണ്ട് നമ്പേഴ്സ് അല്ല, ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് സ്റ്റാക്കിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് AX, ദാറ്റ് മീൻസ് AXനകത്ത് നിങ്ങൾ എന്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങളുടെ നമ്പറിൻ്റെ വാല്യൂ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ നമ്പറിൻ്റെ വാല്യൂ കൊണ്ടുവച്ചിട്ട് ഞാൻ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുവാണ്. ഓക്കെ. അപ്പം മൂവ് AX, അസ്യൂം ദാറ്റ് ഞാനിപ്പം ഇങ്ങനെ എഴുതുവാണ്, ഇങ്ങനെ എഴുതാൻ പോവുകയാണ്. 1 മിനിറ്റ്. മൂവ് AL,23. ഓക്കെ. ഇപ്പോൾ 23യുടെ സ്ക്വയറാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ മൂവ് AL,23. എന്നിട്ട് പുഷ് AX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പുഷ് AX ALലെയും അപ്പോൾ എന്നിട്ട് എനിക്ക് 23യുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് AHലെ വാല്യൂ 00 ആക്കി വെച്ചു. അപ്പോൾ 23 തന്നെയാണ് നെറ്റ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ പുഷ് AX വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ AXലെ കണ്ടൻറ്റ്, ദാറ്റ് മീൻസ് 0023 അല്ലെ, 0023 ആണ് ശരിക്കും AXലെ കണ്ടൻറ്റ്. ഇത് എങ്ങോട്ട് പുഷ് ചെയ്യും? നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ഓക്കെ. എന്നിട്ട് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തതിന് ശേഷം അവിടെ ആയിരിക്കും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് 23യുടെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്, 0023യുടെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാക്കിൽ കിടക്കുന്ന 23 എന്ന് പറയുന്ന എൻ്റെ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഞാനൊരു പ്രൊസീജിയർ കോൾ ചെയ്യുമ്പം, സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രൊസീജിയർ കോൾ ചെയ്യുമ്പം നേരെ സ്റ്റാക്കിലോട്ട് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ സ്റ്റാക്കിൽ പോയി ഈ പറയുന്ന 23 ഞാൻ എടുത്തുകൊണ്ട് വരും. അപ്പോൾ പ്രൊസീജിയറിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രൊസീജിയറിനെ കോൾ ചെയ്യുമ്പോൾ എവിടെ നിന്ന് ഈ വേരിയബിൾസിനെ ആക്സസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്ന 4 മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടോ, പുഷ് AX, പുഷ് BX എന്നിട്ട് അതിനനുസരിച്ച് കോൾ ചെയ്താൽ മതി. അപ്പം ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ. അപ്പം ഇതാണ് നിങ്ങളുടെ സ്റ്റാക്ക് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സ്റ്റാക്ക് പോയിൻ്റർ ഓൾവേസ് പോയിൻറ്റ്സ് ടു ദി ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അപ്പം ഞാൻ പുഷ് AX എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രിമെൻ്റ് ചെയ്ത് നേരെ ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ. അപ്പം നേരെ ഇവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് സ്റ്റാക്ക് പോയിൻ്റർ. അപ്പോൾ ഇനി ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന സംഭവം നേരെ ഇങ്ങോട്ടാണ് ഇൻസേർട്ട് ആവുന്നത്. ഓൾവേസ് ഇറ്റ് വിൽ ബി ഇൻസേർട്ടിങ് ടു ദി ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് അല്ലേ. നമ്മൾ എന്ത് കണ്ടൻറ്റ് കൊടുത്താലും ഇൻസേർട്ട് ചെയ്യുന്ന മേളിൽ കൂടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ അല്ലേ. അപ്പം നമ്മളിങ്ങനെ ആദ്യം ആ ടോപ്പിലോട്ടായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സ്റ്റാക്ക് പോയിൻ്റർ നമ്മൾ ഒരു കാര്യം മേളിൽ നിന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ താഴോട്ട് പോകും. അപ്പോൾ ശരിക്കും ഇവിടെയാണ്, ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തോട്ടാണ് എൻ്റെ AXലെ കണ്ടൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. AX ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് AX ഒരു 16-bit ഡേറ്റയാണ്. AXലെ 16-bit ഡേറ്റ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റാക്കിലെ മെമ്മറി ലൊക്കേഷൻസിലോട്ട് കൊണ്ടുവെക്കണമെങ്കിൽ ശരിക്കും 2 ബൈറ്റ് മെമ്മറി വേണം അല്ലേ. ഈ 2 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 2 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ AXലെ ഡേറ്റ നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം സ്റ്റാക്ക് പോയിൻ്റർ നേരെ ഇങ്ങോട്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും ഇതിപ്പോൾ എന്തായി, ഈ മേളിൽ കിടക്കുന്ന സംഭവം എന്തായി, SP+2 ആയില്ലേ. മനസ്സിലാവുന്നുണ്ടോ? SP+2 ആയി. വീണ്ടും അടുത്തൊരു ഡേറ്റ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനുണ്ടെങ്കിലോ ഇപ്പോൾ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം വിത്ത് ഹെൽപ്പ് ഓഫ് സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ് വെച്ചാണ് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ് നടത്തുന്നതെങ്കിൽ രണ്ടാമത്തെ ഒരു ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ സ്റ്റാക്ക് പോയിൻ്റർ താഴോട്ട് പോകും അല്ലേ. വീണ്ടും സ്റ്റാക്ക് പോയിൻ്റർ താഴോട്ട് പോകും. അപ്പം ഇവിടെ ഇതായിരിക്കും SP+2. ശ്രദ്ധിക്കേ, ഇതായിരിക്കും നിങ്ങളുടെ പുതിയ SP. ഓക്കെ. ഇത് SP+2 ആയി, ഇത് SP+4 ആയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ SP+2ലോട്ടായിരിക്കും നിങ്ങൾ AX എന്ന് പറയുന്ന ഫസ്റ്റ് വേരിയബിൾ ഇൻസേർട്ട് ചെയ്തത്. SP+4ലോട്ടായിരിക്കും അടുത്ത ഏതെങ്കിലും വാല്യൂ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യണം. AXന് BX ആണ് ചെയ്യേണ്ടത്. സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് സ്റ്റാക്കിലോട്ടാണ് നിങ്ങൾ വേരിയബിൾസ് പാസ് ചെയ്യുന്നത്. പിന്നെ പ്രൊസീജിയർ കോൾ ചെയ്യുമ്പം ഈ പാരാമീറ്റേഴ്സ് സ്റ്റാക്കിൽ നിന്നുമാണ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ പ്രൊസീജിയർ കോൾ ചെയ്യുമ്പം ഇതിൽ നിന്നുമാണ് എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ സ്റ്റാക്ക് പോയിൻ്റർ +2ലോട്ടായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് വേരിയബിൾ കിടക്കുന്നത്. സ്റ്റാക്ക് പോയിൻ്റർ +4ലോട്ടായിരിക്കും സെക്കൻഡ് വേരിയബിൾ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ, ജനറലായിട്ട് ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു പാസ് പാരാമീറ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്
സ്റ്റാക്ക് എന്നും ചോദിക്കാം. അപ്പോൾ ഈ ഫിഗറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ബെറ്റർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് മോഡ്യൂൾ. ആക്ച്വലി നമുക്ക് പ്രോഗ്രാംസും കുറച്ചുകൂടെ നോക്കാനുണ്ട്. അപ്പം അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്ലൈഡ് നമുക്ക് അവസാനം നോക്കാം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ 6 മോഡ്യൂൾസ് ദാറ്റ് വിൽ ബി ബെറ്റർ. കാരണം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 അവർ പോരാ. ഓക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. കൂടുതൽ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 പ്രോഗ്രാംസ് മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എക്സാമിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പ്രോഗ്രാം സൈഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ സെമസ്റ്റർ, ദാറ്റ് മീൻസ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ എൻഡ് ക്ലാസ്സസ്, ആ സമയത്ത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലിരിക്കും. ഇപ്പോൾ പഠിപ്പിച്ചാലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ പ്രോഗ്രാമിംഗ് സൈഡ്സൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ.